ഹലോ, അസ്സലാമു അലൈക്കും. ദേ വീണ്ടും മാങ്ങ. അപ്പം മാങ്ങ കൊണ്ട് നമുക്കൊരു അടിപൊളി പുഡിംഗ് ആക്കിയല്ലോ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന കൂടുതൽ സാധനങ്ങളൊന്നും ആവശ്യമില്ലാത്ത ഒരു നല്ലൊരു പുഡിങ്ങാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 2 മാംഗോ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ചൈന ഗ്രാസ് എടുത്തിട്ടൊന്ന് വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനിയിപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ മാങ്ങയിൽ നിന്ന് പകുതി എടുത്തിട്ട് ഒരു പാനിലിട്ടിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് നമുക്കിതൊന്ന് ഒന്ന് വിളയിച്ചെടുക്കണം, ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ ഒരു പഞ്ചസാര മെൽട്ടാകുന്നത് വരെ കുറച്ച് നേരം വെച്ചിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ മാംഗോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പുഡിംഗ് ഡിഷിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. എല്ലാം എന്നിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക. നിങ്ങൾ എടുക്കുന്ന പുഡിംഗ് ഡിഷിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് മാങ്ങൻ്റെ അളവും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയ ഡിഷിൽ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് 2 മാങ്ങ എനിക്ക് മതിയാവും. എന്നിട്ട് അതെല്ലാം ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് അതവിടെ കുറച്ച് നേരം ഒന്ന് ചൂട് പോകാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഈ സമയം നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് ഉരുക്കിയെടുക്കണം. ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. പിന്നെ ബാക്കിയുള്ള കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇനി വേറൊരു പാത്രത്തിൽ 1 കപ്പ് പാലൊഴിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. എത്ര മധുരം വേണം അതിനനുസരിച്ചിട്ട്. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. ഞാനിപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. ഇനി പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഉണ്ടല്ലോ, അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അരിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒഴിക്കുക. അപ്പോൾ ചൈന ഗ്രാസും ഞാൻ ഈ പാലിലോട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അധികം തിളക്കൊന്നും വേണ്ട, എല്ലാം ജസ്റ്റ് ഒന്ന് ഇളക്കി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഈ ചൈന ഗ്രാസിൽ ഒരു 2 ഡ്രോപ്സ് വാനില എസൻസ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. നേരത്തെ ഒഴിക്കേണ്ടതായിരുന്നു. അതും കൂടി ഒഴിച്ചിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ മാംഗോ ഉണ്ടല്ലോ പുഡിംഗ് ഡിഷിൽ നേരത്തെ വെച്ചിട്ടുള്ള അതിലേക്ക് ഈ പാലങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഈ ഫുള്ളായിട്ട് ഈ പാല് ഈ മാംഗോയിലേക്കങ്ങ് ഒഴിച്ച് കൊടുക്കാം. മാംഗോ കുറച്ച് പൊങ്ങി വരും, പക്ഷേ കുഴപ്പമൊന്നുമില്ല. അല്ലൊന്ന് സെറ്റാകുമ്പോൾ അടിയിൽ നിന്ന് ഇങ്ങനെ കടിക്കാനൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാം നല്ലോണം ഒന്ന് ലെവലാക്കിയിട്ട് ഈ ഫസ്റ്റ് ലെയർ നമുക്കൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടൊരു 1 ഹവറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഈ സെറ്റായതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ലെയർ ഒഴിക്കാൻ പാടുള്ളൂ. നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഇനിയിപ്പോൾ ഞാൻ ബാക്കി അരച്ച് വെച്ചിട്ടുള്ള മാംഗോ ഉണ്ടല്ലോ മിക്സിയിൽ, അത് ഒരു പാനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ടൊരു 1/4 കപ്പ് തണുത്ത പാലിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഒന്ന് കലക്കിയിട്ട് ഈ മാംഗോയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മളൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടില്ലേ, ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെക്കാണ്ട് ഒന്ന് ഇളക്കുക ചെറിയ തീയിൽ. ഇതൊന്ന് കുറുകിയിട്ട് ഒന്ന് ടൈറ്റായി വരുന്ന വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ടിൻ മിൽക്ക് മെയ്ഡ് കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം എങ്ങനെ വേണോ അത്രയധികം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് മധുരം മുമ്പിട്ട് നിൽക്കണം എന്തായാലും. അപ്പോൾ ഞാനൊരു 1/4 ടിന്നിന് മേലെ ഒഴിച്ചിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക, കട്ട പിടിക്കാണ്ട് നോക്കണം. ഇനിയിപ്പം ആ ഒരു ഫസ്റ്റ് ലെയർ സെറ്റായി വന്നതിന് ശേഷം മാത്രം നമ്മളിത് റെഡിയാക്കിയാൽ മതി. അല്ലെങ്കിൽ ഇതും പെട്ടെന്നങ്ങ് സെറ്റായി പോവും ഒഴിക്കാൻ പറ്റാണ്ട്. ഇനിയിപ്പോൾ ഇതുമെല്ലാം ഒന്ന് കുക്കായിട്ടുണ്ട് കസ്റ്റേർഡ് പൗഡറെല്ലാം. ഇനി നമുക്കിത് സെക്കൻഡ് ലെയറായിട്ട് ഇതിൻ്റെ മേലെ ഇത് ഒഴിച്ചു കൊടുക്കുക. ഫസ്റ്റ് ലെയർ സെറ്റായതിന് ശേഷം നമ്മൾ ഇതും കൂടി ഒഴിച്ചിട്ട് എല്ലാം ഒന്ന് ലെവലാക്കി. പിന്നെ നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. മാംഗോൻ്റെ ആ ഒരു പൾപ്പ് ബാക്കിയുണ്ടെങ്കിൽ അതൊന്ന് വെച്ചിട്ട് ഡിസൈൻ ചെയ്യുകയോ ആൽമണ്ട്സോ നട്ട്സോ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന്. അപ്പോൾ ഞാൻ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഡെക്കറേഷനെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് 4-5 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചിട്ട് വേണം കഴിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു പുഡിംഗ് അല്ലേ. അപ്പോൾ മാംഗോ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ റെഡി ആയിക്കോളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.